തൃശ്ശൂർ പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വമാണ് എന്നുള്ള കേരള പോലീസിൻ്റെ റിപ്പോർട്ട് ഒരു നാട്ടിലെ ജനങ്ങളെ മാത്രമല്ല മുഴുവൻ കേരളത്തിലെയും ഹിന്ദു സമൂഹത്തെ പരസ്യമായിട്ട് അവഹേളിക്കുന്നതിന് തുല്യമാണ്. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഹിന്ദു സമൂഹത്തിനോട് മുഴുവൻ പകപോക്കുന്ന സമീപനം, ആ സമീപനം ശ്രീ പിണറായി വിജയൻ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തൃശ്ശൂർ പൂരം കലക്കിയതിനെ സംബന്ധിച്ചും തൃശ്ശൂർ പൂരം അലങ്കോലമായതിനെ സംബന്ധിച്ചുമൊക്കെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ധാരാളം വസ്തുതകൾ. മഠത്തിൽ വരവ് തടഞ്ഞതും ആനയ്ക്ക് പട്ട കൊടുക്കാൻ പോലും അനുവദിക്കാതിരുന്നതും ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ. പൂരം അവസാനിക്കുന്നതിന് മുൻപ് അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം, ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. തൃശ്ശൂരിലെ പോലീസ് കമ്മീഷണർ, ആ കമ്മീഷണർ എടുത്തിട്ടുള്ള നിലപാടുകളും സമീപനങ്ങളും പൂരം കലക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളും, ആ ശ്രമങ്ങളെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയുമ്പോഴും ഈ തരത്തിൽ തൃശ്ശൂർ പൂരം അലങ്കോലമായതിനെ സംബന്ധിച്ച് ഹിന്ദു സമൂഹത്തെ ആക്ഷേപിക്കാനുള്ള നീക്കം നടത്തുന്ന ഈ ഒരു നിലപാട്, ഈ നിലപാട് അങ്ങേയറ്റം ആക്ഷേപകരമാണ്, അപലപനീയമാണ്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഈ തരത്തിലുള്ള ഹിന്ദു സമൂഹത്തെ അവഹേളിക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണം. ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾ ഉപയോഗിച്ച തൃശ്ശൂരിലെ ജനങ്ങളോട്, കേരളത്തിലെ സമൂഹത്തോട് ഈ തരത്തിൽ പകവീട്ടുന്ന ഒരു സമീപനം മുഖ്യമന്ത്രി പദവി എന്നുള്ള ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ചേർന്നതല്ല എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ CPM-ന്റെ സമ്മേളനത്തിൽ ശ്രീ വിജയരാഘവൻ നടത്തിയ പരാമർശമാണ്. വിജയരാഘവൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇസ്ലാമിക ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വയനാട്ടിൽ തെരഞ്ഞുപിടിച്ച് കേരളത്തിൽ മറ്റൊരു സ്ഥലവും ഇല്ലാത്തതുപോലെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ള കാരണം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോകുന്നതിൻ്റെ കാരണം ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ ചോദ്യം, ശ്രീ വിജയരാഘവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവന് ഇത് പറയാനുള്ള അർഹത എന്താണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം മാർക്സിസ്റ്റ് ഈ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞ് നേരെ പോകുന്നത് AICC ഓഫീസിലേക്കാണ്. മാത്രമല്ല വയനാട്ടിൽ നിന്ന് വിജയിച്ച രാഹുൽ ഗാന്ധിയാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയാണെങ്കിലും അവർ ഡൽഹിയിൽ വന്നാൽ അവരുടെ പിന്നിൽ അവരെ പിന്തുണച്ചുകൊണ്ട് മുദ്രാവാക്യം മുഴക്കുക എന്ന സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാജ്യം മുഴുവൻ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന MP-മാർ അവർക്കെല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് ഈ പ്രസ്താവന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണെങ്കിൽ ആ നിലപാട് ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ പ്രകടിപ്പിക്കണം.
കോൺഗ്രസുമായിട്ട് കൂട്ടുചേർന്ന് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ട് ഇതിനെല്ലാത്തിൻ്റെയും നേതൃത്വം കോൺഗ്രസിനാണ് എന്നുള്ള സമീപനത്തിൽ മാറ്റമുണ്ടോ എന്ന് വ്യക്തമാക്കണം. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ വിവിധ വിഷയങ്ങളിൽ ഈ ഭീകരവാദത്തെ പിന്തുണക്കുന്ന സമീപനം, ആ സമീപനമാണ് എക്കാലത്തും എടുത്തിട്ടുള്ളത്. അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയിട്ട് മണിക്കൂറുകൾ കാത്തുനിന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന വിജയരാഘവൻ്റെ നേതാവ്. അപ്പോൾ ആ നിലപാടുകളൊക്കെ മാറ്റം വരുത്തിയോ? ഏറ്റവും ഒടുവിൽ മെക്സവൻ്റെ കാര്യത്തിൽ പോലും, മെക്സവൻ്റെ കാര്യത്തിൽ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവനയെ അടുത്ത ദിവസം തള്ളിപ്പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഭീകരവാദത്തിനെതിരായിട്ടും ഇസ്ലാമിക വർഗീയതയ്ക്കെതിരായിട്ടുമൊക്കെ ശബ്ദമുയർത്താൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് അവകാശമുണ്ട്, എന്ത് അർഹതയുണ്ട് എന്നുകൂടി വിജയരാഘവൻ ഈ തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ ആ കാര്യം കൂടി വ്യക്തമാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.